വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയുടെ മനസ്സ് ആർക്കൊപ്പം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയായി മാറിയത് വന്യമൃഗശല്യവും വനംവകുപ്പിന്റെ കടന്നുകയറ്റവും പട്ടയ ഭൂപ്രശ്നങ്ങളും തന്നെയാണ്. പരസ്പരം പഴിചാരലുകളും ആവർത്തിച്ചുള്ള ഉറപ്പുകളും നൽകി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാശിയേറിയ മത്സരമാണ്. സിറ്റിംഗ് എംപിയായ ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞ തവണ ലഭിച്ചത് 1,71,053 വോട്ടാണ്. ഇത്തവണ ഭൂരിപക്ഷം ഒട്ടും കുറയാതെ വിജയം ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മൃഗീയ ഭൂരിപക്ഷവും മറികടന്ന മണ്ഡലം ഇടത്തേക്ക് തിരിച്ചെത്തിക്കണമെന്ന വലിയ ഉത്തരവാദിത്തമാണ് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനുള്ളത്. മുൻകാലങ്ങളിൽ ലഭിച്ച വോട്ട് ഒട്ടും ചോരാതെ നോക്കുകയും ഒപ്പം വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതുമാണ് NDAയുടെ ലക്ഷ്യം. ഇത്തവണയും വിവാദ ചർച്ചയായി UDF നിലനിർത്തിയത് പട്ടയ ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും തന്നെ. എന്നാൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പോരായ്മകളാണെന്നും അത് ചൂണ്ടിക്കാണിക്കുവാൻ UDF തയ്യാറാകാത്തത് കോൺഗ്രസ് BJP ബന്ധമെന്ന പ്രചാരണവും LDF നടത്തി. ഒപ്പം കോൺഗ്രസ് പ്രകടന പത്രികയിലെ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഇടുക്കിക്ക് ദോഷകരമായി മാറുമെന്ന മറുപ്രചാരണവും LDF നടത്തി. ഇടുക്കിയുടെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടി മോദി ഗ്യാരണ്ടിയിൽ മാറ്റത്തിനു വേണ്ടി വോട്ട് ചോദിച്ചായിരുന്നു NDAയുടെ പ്രചാരണം. ഇടത് വലത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പഴിചാരലുകളും വിവാദ പരാമർശങ്ങളും ഒക്കെ ചർച്ചയായി. ഇടതിനെതിരെ തിരിഞ്ഞു നിന്ന ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചതും DMK, AIADMK എന്നിവരുടെ പിന്തുണ ഉറപ്പിച്ചതും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ പകരുന്നതാണ്. എന്നാൽ കേരള സ്റ്റോറി പ്രദർശനവും ഇടുക്കി രൂപതയുടെ നിലപാടും ഇടതിന് പ്രതികൂലമാകുമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. കേരള കോൺഗ്രസ് ഒപ്പമുള്ളതും കൂടാതെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇടതുപക്ഷത്താണെന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവുമാണ് ഇടതുപക്ഷം വിജയപ്രതീക്ഷയിൽ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഇടുക്കിയുടെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. റിപ്പോർട്ടർ, ഇടുക്കി.